കഠിനംകുളം തേമ്പി അതെ മുല്ലശ്ശേരി രാമന്റെ. അയ്യോ അണ്ണാ, ഞാൻ ഭയങ്കര ഫാനാണ്. ഞാൻ റീൽസിലൊക്കെ കാണാറുണ്ട്. ബുക്കിംഗ് ഉണ്ടായിരുന്നു ആനയ്ക്ക്. എന്നാണ്? 1-ാം തീയതി ആയിരിക്കും. 1-ാം തീയതി നോക്കാം. പിന്നെ ഈ ആന കുറച്ച് പ്രശ്നക്കാരനാണെന്നാ 1-ാം പാപ്പാനെ ചവിട്ടി കൊന്നൊക്കെ ഇങ്ങനൊരു ഞാൻ കേട്ട്. നിങ്ങളുടെ ആരാണ് പറയണത്? ആ പയറണൊക്കെ വീട്ടിൽ കിടപ്പുണ്ടവൻ. ആഹാ, പിന്നെ ആരിത് പറഞ്ഞ കൊണ്ടാക്കണത്? നീ അവന്റെ 2 കാല് ചവിട്ടി അരച്ചതേ ഉള്ളു, വേറെ ഒന്നും ചെയ്തില്ല. അങ്ങനത്തെ ചെറിയ കുസൃതി മാത്രമേ ഉള്ളു. അപ്പൊ പയറ് കണക്ക് കിടക്കണമെന്ന് പറഞ്ഞു. പിന്നെ പയറ് കൈയും കൽപ്പിച്ച് നടക്കൂ? പയറ് വള്ളിയാണ് കിടക്കണത്. ഇവന് കിട്ടുന്ന 1% അവനും പോകുന്നുണ്ട്, അറിയാമോ നിങ്ങക്ക്? ഇത് കണ്ടാ എന്നെ പേടിയാണ്, ചെവിക്കലടിച്ചാലൊക്കെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ചാർക്കര അമ്പലത്തിൽ ആന വരണ്ടെന്നാ വയൽ വഴി ഓടിയെന്ന 5-6 ചവിട്ടി എന്നൊക്കെ പറയണു. അത് അവിടത്തെ സൗണ്ട്സുകാരും കമ്മറ്റിക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. ഓ അങ്ങനെ പറ. ഇവിടുത്തെ സൗണ്ട്സിലെ പയ്യൻ തുറന്നടാ, നീ സീരിയൽ സെറ്റ് കൊണ്ട് പാറ, അവിടെ ഒരു വലിയ പാറ ഉണ്ടല്ലോ, പാറയുടെ മേലെ കൊണ്ട് ഇടാൻ പറഞ്ഞു. ഇത് രാമ അവിടെ കിടക്കിയിരുന്നു വയലില്. ഇവൻ പാറയെന്ന് പറഞ്ഞ രാമന്റെ മേളിൽ മറ്റേ ശിവൻ വെള്ളം ചീറ്റണുണ്ടല്ലേ, അത് ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് 4 ട്യൂബുകൾ കെട്ടി വെച്ചു കൊടുത്തു. അയ്യോ, ഇത് വെടിക്കെട്ട് കിടന്നപ്പോ രാമണിച്ച് ഓടി വയൽ വഴി. വെടിക്കെട്ട് രാമന് പണ്ടേ പേടിയാണ്. ആൾക്കാർ നോക്കിയപ്പോഴാ മറ്റേ വെള്ളം ചീറ്റണ ശിവനും 4 ട്യൂബും കൂടെ വയൽ വഴി ഓടണം. ഈ വയലിരുന്ന 3 പേര് നോക്കിയപ്പോ ശിവൻ വരണമെന്നും പറഞ്ഞോണ്ട് ഇവര് മുണ്ടും താത്തിയിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. ജസ്റ്റ് കൊമ്പിനങ്ങ് ഓർത്തിട്ടുണ്ട്. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണേ. ഞാൻ ഇത്രയും ലക്ഷം ആൾക്കാർ അവിടെ പരിപാടിയാണെന്ന് നിൽക്കണത്. ഈ 3 മനുഷ്യന്മാർക്ക് വയലിൽ എന്താണ് പരിപാടി? രാത്രി 3 മണിക്ക് അപ്പ പോയത് നല്ലത് അല്ലടാ. ഇത് കണ്ടാ? പിന്നെ പരിപാടി അടക്കുമ്പോ വയലിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ആന പിന്നെ എന്തോ പിന്നെ അണ്ണാ നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണല്ലോ ഇവന്. എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, റെസ്പെക്ട്, ഫുള്ളി റെസ്പെക്ട്. എന്നെ അങ്ങനെ ഉപദ്രവിക്കുന്നില്ല, ഭയങ്കര ഇഷ്ടമാണ് എന്നെ. അല്ലടാ അണ്ണാ ഈ ഒരു കാലം എവിടെ പോയി? അത് കഴിഞ്ഞ ഉത്സവത്തിനെ ഇവിടെ ചെറിയൊരു വികൃതിയായിരുന്നു. അപ്പൊ തേമ്പി അണ്ണാ ഞാനേ വിളിക്കാം. ബുക്കിങ്ങിന്റെ കാര്യം പറയാണ. അല്ല, ഡിസ്കൗണ്ട് ഉണ്ട്. അത് കുഴപ്പമില്ല, അത് ചെറിയ അമ്പലമാണ്, അപ്പൊ പറമ്പൊന്നും ഇല്ല, ഓടാനേ പറ്റൂല.